മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. മോഹൻലാൽ ചിത്രം തുടരും ചോർന്നു. ടൂറിസ്റ്റ് ബസ്സിലാണ് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചത്. വാഗമണ്ണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചത്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ തന്നെ കോ ഡയറക്ടറും അതിനകത്ത് മെയിൻ വേഷം അഭിനയിച്ചിട്ടൊരാളാണ് ബിനു പപ്പു. ബിനു പപ്പുവിന്റെ പേജിലേക്ക് ഒരു കുട്ടി ഇത് അയച്ചു കൊടുത്തതാണ്. ഇങ്ങനെ അവരൊരു ട്രാഫിക് ജാമിൽ കിടക്കുമ്പോൾ ഈ ബസ്സിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നതും അതിന്റെ വീഡിയോസും ഫോട്ടോസും ആ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെയുള്ളത് അയക്കുകയായിരുന്നു. അങ്ങനെ ബിനു പപ്പുവാണ് ഇത് ആദ്യമായിട്ട് അറിയുന്നത്. ബിനു ആണ് എനിക്കിത് അയച്ചു തന്നത്. ഇത് അയച്ചു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഈ സിനിമ ഇറങ്ങിയിട്ട് 11 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 11 ദിവസത്തിൽ ഇന്നലെ 10ാം ദിവസമാണ്. ഈ 10ാം ദിവസം ഇതൊരു പബ്ലിക്കായി ഒരു ബസ്സിനകത്തിട്ട് ഇത്രയും ആളുകളെ കാണിച്ചുകൊണ്ട് പരസ്യമായി നമ്മുടെ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. അപ്പോ ഇത് ശരിക്കും ഇതൊരു സിനിമ എന്ന് പറയുന്ന ഒരു വളരെ മോശമായ ഒരു കാലഘട്ടത്തില് രക്ഷപ്പെടുന്ന വളരെ കുറച്ച് സിനിമകളുള്ള കാലഘട്ടത്തിൽ അപ്പോൾ അത്തരം സിനിമകൾ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അതിന് എനിക്ക് മാത്രമല്ല ഇതിനകത്ത് ശരിക്കും സർക്കാരിന്റെ ആയാലും GST ആയാലും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ മോശം പ്രവണതയാണിത്. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം ഇത് ഇങ്ങനെ ഒരു തെറ്റ് കാണിക്കുമ്പോൾ അത് തെറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇതിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത്തരം കാര്യങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് അവർക്കെതിരെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ശരിക്കും ഇത് പലർക്കും അറിയാൻ കൂടെ കഴിയുന്നില്ല ഇതൊന്നും തെറ്റാണെന്ന്. ഇതൊരു തെറ്റാണ് എന്ന് നമ്മൾ ജനം അറിയേണ്ടത് ആവശ്യമാണ്. കാരണം ഇതൊരു വളരെ വലിയ തെറ്റാണ്. കാരണം എത്രയോ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നമ്മളിതൊരു സിനിമ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അത്തരം സിനിമകൾ ഇത്ര ദിവസം കൊണ്ട് ഇത് കാണുക, ഇത് അല്ലെങ്കിൽ പൈറേറ്റഡ് ആയിട്ടുള്ള കാണുക എന്ന് പറയുന്നത് ഒരു വ്യവസായം നശിക്കുന്നതിന് തുല്യമല്ലേ? അപ്പൊ അതിന് എതിരെ നമ്മൾ പരാതി കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? നിർമ്മാതാവ് എം രഞ്ജിത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ തെറ്റായ പ്രവണതയാണ് ഇത്തരത്തിൽ തിയേറ്ററിൽ മികച്ച വിജയം നേടി മുന്നേറുന്ന ചിത്രങ്ങളുടെയൊക്കെ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നത്. പലകുറി നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വലിയ വാർത്തയായിട്ടുള്ളതാണ്, കേസായിട്ടുള്ളതാണ്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ തുടരും എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പും ഇറങ്ങിയിരിക്കുന്നത്. അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വാർത്തകൾ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഇതിപ്പോൾ എങ്ങനെ ചോർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും എം രഞ്ജിത്ത്, ചിത്രത്തിന്റെ നിർമ്മാതാവായിട്ടുള്ള എം രഞ്ജിത്ത് എന്നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇത് തീർച്ചയായിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഏത് തരത്തിൽ ആണ് പരാതി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ എം രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട്. ശരി അജയ്, ഞാൻ എത്താം. ശ്രീ എം രഞ്ജിത്ത് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം രഞ്ജിത്ത്, വളരെ നിരാശാജനകമായ ഒരു വാർത്ത തന്നെയാണ്. തിയേറ്ററിൽ ഇത്രയും മികച്ച കളക്ഷൻ നേടി മുന്നേറുന്ന ഒരു ചിത്രം തുടരും. അതിന്റെ ആ ഒരു വിജയത്തെയൊക്കെ തകർക്കുന്ന തരത്തിലാണ് ഈ വ്യാജ പതിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് നീങ്ങും? തീർച്ചയായിട്ടും ഇത് ശരിക്കും ഇതൊരു മോശം പ്രവണതയാണല്ലോ. കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. കാരണം ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ലല്ലോ. ഇത് തിയേറ്ററുകളാണെങ്കിലും തിയേറ്ററിന്റെ ഉടമസ്ഥർ എത്രയോ മാസങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു സന്തോഷം തന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഇത്രമാത്രം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചൊരു സിനിമയാണ്. ഇത് സിനിമ ഇറങ്ങി 10ാം ദിവസം തന്നെ ഇത് ഒരു ബസ്സിൽ പരസ്യമായി പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ തെറ്റാണ്. ഇത് ഒളിച്ചൊന്നും ചെയ്യുന്നതല്ലല്ലോ. ഒരു പരസ്യമായ ഒരു ബസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു സാധാരണ ഒരു കുട്ടി ഇത് ഒരു സ്ഥലത്തു നിന്ന് ഒരു ട്രാഫിക് ജാം ഉണ്ടായ സമയത്ത് ഇതിന്റെ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുത്തിട്ട് ആക്ടർ ബിനു പപ്പുവിന് അയച്ചു കൊടുത്താണിത്. അപ്പോ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ബാക്കില് ഇതിന്റെ എല്ലാ സാങ്കേതിക പ്രവർത്തനം എത്രയോ ബുദ്ധിമുട്ടി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതൊരു വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി മാത്രം അതിൽ തന്നെ അഹോരാത്രം പ്രയത്നിച്ചും എടുത്തിരുന്ന സിനിമയാണിത്. ഇത് ശരിക്കും വളരെ നിസ്സാരമായി ഒരു പൈറേറ്റഡ് കോപ്പി എടുത്ത് ബസ്സിലിട്ട് കാണിക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റാണെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത് പൊതുജനം എന്ന് പറയുന്നവർക്കും പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. ഇതൊരു തെറ്റായ കാര്യമാണ്. അപ്പൊ അതൊരു ആളുകളെ അറിയിക്കുക കൂടി ചെയ്യുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ എം രഞ്ജിത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ
ഒരുപാട് വലിയ തുകയൊക്കെ മുടക്കിയാണ് എല്ലാവരും സിനിമ ചെയ്യുന്നത്. അതൊരു വലിയ വ്യവസായം കൂടിയാണ്. അതിനെയൊക്കെ വിജയത്തെ തകർക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ വ്യാജ പതിപ്പുകളൊക്കെ ഓരോ ആളുകൾ ഇറക്കുന്നത്. വളരെ തെറ്റായ പ്രവണത തന്നെയാണ്. അജയ് തുടരുന്നുണ്ട്. അജയ് തുടർന്നോളൂ, പറഞ്ഞോളൂ. എന്തായാലും നിലവിൽ അദ്ദേഹം നമ്മളോടിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും നിലവിൽ ലഭിച്ചിട്ടുള്ള ബിനു പപ്പു ചിത്രത്തിന്റെ സഹ സംവിധായകൻ കൂടിയാണ്. അദ്ദേഹമാണ് ഇതിപ്പോൾ നിർമ്മാതാവായിട്ടുള്ള എം രഞ്ജിത്തിന് അയച്ചു കൊടുക്കുകയും ഇതൊരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതും. ഇതിപ്പോൾ ചിത്രം റിലീസ് ചെയ്ത 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറി ഇപ്പോഴും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. നമുക്ക് ഇതിന്റെ ഒരു മുൻകാല ചരിത്രം നോക്കുകയാണെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം റിലീസായി അടുത്ത ദിവസം തന്നെ അതിന്റെ വ്യാജ പതിപ്പ് പുറത്തു വരുന്ന കാര്യം നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ മാർക്കോ എന്ന് പറയുന്ന ചിത്രം അതിന്റെ വ്യാജ പതിപ്പ് പുറത്തു വന്നിരുന്നു. പിന്നെ തിയേറ്ററിൽ ഓണ സമയത്ത് റിലീസ് ചെയ്തിരുന്ന ARM എന്ന് പറയുന്ന ടൊവിനോ ചിത്രം അതിന്റെയും വ്യാജ പതിപ്പ്, അത് ഇതേപോലെ സമാനമായ രീതിയിൽ തന്നെ ഒരു ട്രെയിനിലിരുന്ന് ആ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ജിതിൻ ലാൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഷെയർ ചെയ്ത് അദ്ദേഹത്തിന്റെ വിഷവും പങ്കുവച്ചത്. അപ്പോൾ ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളുടെയും വ്യാജ പതിപ്പ് മലയാള സിനിമയുടെ മാത്രമല്ല തമിഴ് ചിത്രമായിട്ടുള്ള വിടാമുയർച്ചയുടെ വ്യാജ പതിപ്പ് പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ സൽമാൻ ഖാൻ ചിത്രം ഇപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്ത സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദറിന്റെ വ്യാജ പതിപ്പ്, അത് തിയേറ്റർ പ്രദർശനം അതിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് ഏതാനും അതിന്റെ റെഗുലർ ഷോ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വ്യാജ പതിപ്പ് തിയേറ്ററിൽ അത് ഇന്റർനെറ്റിൽ വന്നു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ തുടരും ഇതിന് സംഭവിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു വ്യാജ പതിപ്പ് അത് വാഗമണിലോട്ട് പോയ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ആണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് ഒരാൾ വീഡിയോയും ചിത്രങ്ങളും എടുത്താണ് അതിന്റെ ഇപ്പോൾ സഹസംവിധായകനായിട്ടുള്ള ബിനു പപ്പുവിന് അയച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് ഏത് വഴിയാണ് ചോർന്നതെന്നോ ഏത് വെബ്സൈറ്റിലാണ് വന്നതെന്നോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ എമ്പുരാൻ്റെതാണെങ്കിലും മറ്റ് ഇതാണെങ്കിലും ടെലഗ്രാം വഴിയും അതിൻ്റെ ഒരു സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ബസ്സിൽ ഇത് പ്രദർശിപ്പിച്ചു എന്ന് പറയുന്ന വിവരം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ഇത് ഏത് വെബ്സൈറ്റ് വഴിയാണ് അല്ലെങ്കിൽ ടെലഗ്രാം വഴിയാണോ ഏത് സോഴ്സ് വഴിയാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ബസ്സിന്റെ നമ്പർ ഉൾപ്പെടെയാണ് ഈ ചിത്രങ്ങൾ എടുത്തയാൾ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ബസ് ഉടമയെ പറ്റിയിട്ടുള്ള അന്വേഷണം ആരംഭിക്കണം. ഇത് കണ്ട ആളുകളെ പറ്റി ഏത് വഴിയാണ് ഈ ചിത്രം അവർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം അതിനെപ്പറ്റി എല്ലാം കൂടുതൽ അന്വേഷിക്കണം. എന്തായാലും തീർത്തും ഒരു വിഷമമുണ്ടാക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒരു സിനിമ തിയേറ്ററിൽ പ്രദർശനം തുടരുന്നു. അപ്പോൾ കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പമോ വാഗമണ്ണിലേക്ക് ഒരു അവധിക്കാലം എൻജോയ് ചെയ്യാനായിട്ട് പോയ ഒരു സംഘമാണ് തീർച്ചയായിട്ടും ഇത് കണ്ടത്. അപ്പോൾ ആ ഒരു തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ തന്നെ ഇത്തരത്തിൽ ഒരു പരസ്യമായി തന്നെ ഇത് ഒരു ലജ്ജയുമില്ലാതെ ഇത് കാണുന്നത് വളരെയധികം ഒരു മോശമായ പ്രവൃത്തി തന്നെയാണ് അതിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചതുപോലെ. തീർച്ചയായും അജയ് സുധ ബിജുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ്. എന്തായാലും എം രഞ്ജിത്ത് നമ്മളോട് പറഞ്ഞത് നിയമ നടപടി തുടരും എന്നാണ്.